നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ഗോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ. സാധ്യതകളുടെ പ്രേതം. സാധ്യതകളുടെ പ്രേതമോ? അതെന്ത് പ്രേതം എന്നല്ലേ? നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതവും നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു ജീവിതവും നമുക്കുണ്ട്. അതിനെയാണ് നമ്മൾ ഗോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിൽ പറയാം, എന്നാലും സംഭവം ചിലപ്പോൾ ക്ലിക്കാവുള്ളൂ. ഒരു ശില്പി ഒരു ശിലയെ കാണുന്നു, ഒരു കല്ല് കാണുന്നു. ആ കല്ലില് ഒരു ശില്പം ഉണ്ടാക്കാമെന്ന് ശില്പിക്ക് തോന്നുകയും വെട്ടി ശില്പമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ കല്ല് ഒരു ശില്പമാവുന്നത് അതിൻ്റെ ഒരു സാധ്യത മാത്രമാണ്. അതല്ലെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇഷ്ടിയ കല്ലായിട്ട് വല്ല പിരമിഡിനകത്തും കൊണ്ട് വെക്കുകയും ചെയ്യുക, അത് മറ്റൊരു സാധ്യതയാണ്. അപ്പം ഇതുപോലത്തെ മറ്റ് പല ചിന്തകൾ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഇൻ ലൈഫ്, ആ ചിന്തകളെയാണ് സത്യത്തിൽ നമ്മൾ ഗോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വ്യക്തിത്വമൊന്നുമില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചിന്തകളൊന്നുമില്ല. നമുക്ക് പിന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മൾ നമ്മുടെ ചിന്തകളിൽ നിന്നും അപ്പോൾ ഉണ്ടാക്കി പറയുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കുണ്ടാവുന്ന ഒരു വ്യക്തിത്വം. വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കെട്ടിക്കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും പലപ്പോഴും ഓർക്കാറില്ല. പലതും മറവിക്ക് വിട്ടുകൊടുക്കാറേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിക്കൽ സയൻസിൽ നിന്നും ഒരു നോളജ് എടുത്ത് ബഹിരാകാശത്തിൻ്റെ ഗവേഷണവുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു പുതിയ കണ്ടുപിടുത്തം തന്നെ കണ്ടുപിടിച്ചിരിക്കാം. പക്ഷെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമോ അങ്ങനെ ഒരു ചോദ്യവും നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. നമ്മൾ ആ സാധ്യതകളെ കാണാതെ പോകുന്നു. ആ നഷ്ടപ്പെട്ട സാഹചര്യത്തിന് ആ സാധ്യതയാണ് ഗോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ, നമ്മുടെ ചിന്തകൾ പലതും പുറത്തോട്ട് വരണമെങ്കിൽ കൃത്യമായ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ, കൃത്യമായ എക്സ്പോഷർ, കൃത്യമായ ചിന്തകൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചേണ്ട ആവശ്യമുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. താങ്ക് യു.